ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാണ്ട് ഓവനൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടൈപ്പിലുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മെൽറ്റായ ഒരു ടൈമിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഒരു പഞ്ചസാര നന്നായിട്ട് അലിയണം. തീരും കട്ടില്ലാണ്ട് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഉരുക്കിയിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ്. അപ്പം നല്ല വലുപ്പത്തിലുള്ള മുന്തിരി ആയതുകൊണ്ടിട്ട് ഞാൻ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിതിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഒന്ന് മാറ്റി വെക്കട്ടെ, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒന്ന് അരിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് അരിച്ചിട്ടെടുക്കാം നമുക്കിത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ 5 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ സാധാ A4 ഷീറ്റ് ഉണ്ടല്ലോ, അതും നല്ല വൈറ്റ് കളറുള്ള A4 ഷീറ്റൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഗ്രാമ്പു, ഒരു ചെറിയ പട്ടയുടെ കഷ്ണം, ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അതിനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സി വെച്ചിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഗരം മസാല പൗഡർ പഞ്ചസാരയിലൊന്ന് അടിച്ചെടുത്തിട്ടില്ലേ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടിയും ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തത് കൊണ്ടിട്ട് നമുക്ക് വേഗത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ബാക്കി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ഒരു പഞ്ചസാര ഇല്ലേ, അത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വേണ്ട, അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് നേറിപ്പോയതാണ്. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് മിക്സിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല, റെഡി ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ബാറ്ററില്ലേ, അത് പകുതിയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ബാക്കി ബാറ്ററി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ തന്നെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണ് നമ്മളിതൊന്ന് ബേക്കാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറാണ്, ഒരു 10 മിനിറ്റോളം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സോസർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയൊക്കെ നമ്മുടെ ഒരു ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 45-50 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്കാക്കിയിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് 1 മണിക്കൂർ എടുത്തിട്ടാണ് ഇതൊന്ന് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പാത്രം ഒന്ന് അടിയിൽ തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ തന്നെ ഒന്ന് പോന്ന് കിട്ടും. അപ്പോൾ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്ലം കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഇട്ടിരിക്കുക, കുറച്ചൊരു ഹാർഡായിട്ടാണ് ഒരു പ്ലം കേക്ക് എന്ന് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അതേ ടെക്സ്ചറിലുള്ള പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.